വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മൈസൂർ പാക്കാണ്, ഒരു സ്വീറ്റ് റെസിപ്പി. അപ്പൊ മൈസൂർ പാക്ക് രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും. ഒന്ന് നല്ല ഹാർഡായിട്ടും ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും. അപ്പൊ ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കാണ്. അപ്പൊ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മൈസൂർ പാക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലമാവാണ്. അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെ ബാക്കിയെല്ലാം അളന്നെടുക്കണം. 1 കപ്പ് കടലമാവും 1 കപ്പ് നെയ്യാണ്. ഇത് ഉരുക്കിയ നെയ്യാണ്. നെയ്യ് നമ്മൾ എപ്പോഴും ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എടുക്കണം. അത് ഞാൻ കുറച്ചൊന്ന് ചൂടാക്കി ഒന്ന് ഉരുക്കിയെടുത്ത്, തിളക്കിയ അങ്ങനെയൊന്നും വേണ്ട, ആവശ്യത്തിന് ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ പഞ്ചസാര നമുക്ക് 1 കപ്പ് പഞ്ചസാര വേണം. പിന്നെ കുറച്ച് വെള്ളവും കൂടി വേണം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഈ 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. ഒരു 3 മിനിറ്റ് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കണം. പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. എപ്പോഴും നമ്മൾ മൈസൂർ പാക്ക് റെഡിയാക്കുന്നതിന് മുമ്പ് ഈ കടലമാവിനെ ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം ഇതിനെ അരിച്ച് മാറ്റി വെക്കണം. കാരണം അതിൽ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഇത് കടലമാവ് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ ഞാൻ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അങ്ങ് മാറ്റുകയാണ് തട്ടി. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കട്ടയോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പം ഇത് അരിച്ചതിന് ശേഷമാണ് നമ്മളിനി ബാക്കി പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് അത് നേരെ അതിൻ്റെ പകുതിയോളം അങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കട്ടയോ ഒന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഇത് ഈ സൈഡിലങ്ങ് വെച്ചിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ മൈസൂർ പാക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് ആ പാത്രം കൂടി റെഡിയാക്കി വെക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു ട്രേ ആണ് റെഡിയാക്കുന്നത്. അതിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. നെയ്യ് തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ കൂടി ചേർത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇത് നേരത്തെ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മളെ മൈസൂർ പാക്ക് റെഡി ആയ ഉടനെ തന്നെ ട്രേയിലോട്ട് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ഈ ടൈമിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ഇതുപോലൊരു പാനിൽ നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ അളന്നെടുത്തിരിക്കുന്നത്. ഏത് കപ്പിലാണോ നമ്മൾ മാവ് എടുക്കുന്നത് അതേ കപ്പിൽ പഞ്ചസാരയും അളക്കുക. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. അപ്പം നമുക്കൊരു ചെറിയ ഫ്ലെയിം വരുന്ന ബർണറിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഞാൻ ഇവിടെ ചെറിയ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പരുവം പെട്ടെന്ന് അങ്ങ് ആയിപ്പോവും. നമ്മുടെ ഒരു നൂൽ പരുവമൊക്കെ എന്ന് പറയില്ലേ, അതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് ഒരു നൂൽ പരുവം ആയി വരുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. അത് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പാക്ക് അങ്ങ് നമ്മുടെ സോഫ്റ്റ് ആയിട്ട് വരില്ല, കുറച്ച് ഹാർഡായിപ്പോവും. സാധാരണ നമ്മുടെ ശ്രീകൃഷ്ണ സ്വീറ്റ്സിലൊക്കെ കിട്ടുന്ന ഫേമസ് ആയിട്ട് കിട്ടുന്ന ആ ഒരു മൈസൂർ പാക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറച്ചൊന്ന് അങ്ങോട്ട് തെറ്റിപ്പോയാൽ പിന്നെ ആ ഒരു മൈസൂർ പാക്ക് കട്ടിയായിപ്പോവും. ഇപ്പം നമ്മുടെ പഞ്ചസാര പാനി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതങ്ങ് ഒരു നൂൽ പരുവം ആകണമെന്നില്ല, ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്നായാൽ മതി. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒരു ഒട്ടി വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ചെറിയ ഫ്ലെയിമിൽ തന്നെ, ഇത് ഒരിക്കലും ഫ്ലെയിം കൂട്ടാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്റർ അതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടലമാവും നെയ്യും കൂടി ചേർത്ത ഈ ഒരു ബാറ്റർ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതിനെ ഇളക്കി മിക്സ് ചെയ്യണം. നമ്മുടെ ഈ പഞ്ചസാര പാനിയുമായിട്ട് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സെറ്റാകുന്നതിന് പകരം കട്ടയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാര പാനിയും നെയ്യും ആ ഒരു കടലമാവും എല്ലാം കൂടി ഒരുമിച്ചങ്ങ് മിക്സായി വരണം. അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത്.
ഇപ്പം നമ്മുടെ പഞ്ചസാര പാനിയും അതുപോലെ നമ്മുടെ കടലമാവും നെയ്യും ഒക്കെ ഒന്ന് ചേർത്ത് കുറുകി വന്നിട്ടുണ്ട്. 1.5 മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്ത്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിനെ മിക്സ് ചെയ്യണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്ത് നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. വളരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യണം. അങ്ങനെ ഇളക്കി ഇരിക്കുമ്പോൾ ഈ നെയ്യിനെ ഫുള്ള് ആ കടലമാവ് അബ്സോർബ് ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ആവുമ്പോൾ ഈ നെയ്യ് അബ്സോർബ് ചെയ്യുന്നതിന് പകരം ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ പാത്രത്തിൽ നിന്ന് ഇളകി വരും. ആ ഒരു രീതിയിൽ പാനിൽ നിന്ന് ഇളകി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച ഒരു ട്രേ അടുത്ത് വെച്ചേക്കണം. കാരണം നമ്മളിത് പ്രിപ്പയർ ആയെന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ തന്നെ എടുത്ത് നമ്മളിത് മാറ്റണം. അതല്ലാതെ ആ ഒരു പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാലും അതങ്ങ് കട്ട പിടിച്ചു പോകും. അപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനി വീണ്ടും കുറുകി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഫുള്ള് നെയ്യും ചേർത്ത് കൊടുക്കുന്നത് വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. അങ്ങനെ ഇതേ പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് നെയ്യും ചേർത്ത് കൊടുക്കുക. 1 കപ്പ് നെയ്യാണ് പെർഫെക്റ്റ് ആയിട്ട് ഇതിന് വരുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് തീരുന്നത് വരെ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഞാൻ ടൈം പറയാം, ടോട്ടൽ ടൈം നമുക്ക് എത്രയായി എന്നുള്ളത്. ഇപ്പം നമ്മുടെ മൈസൂർ പാക്ക് ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ എല്ലാ നെയ്യും അതിലോട്ട് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് നെയ്യാണ് 1 കപ്പ് മാവിന് ചേർക്കേണ്ടത്. ഇത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം 5 മിനിറ്റോളമാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. 5 മിനിറ്റ് ഇതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിൽ കിടന്ന് വേണം ഇത് കുക്കാവാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം മിക്സായി ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തൊരു 1 മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കങ്ങ് ട്രേയിലേക്ക് അങ്ങ് മാറ്റാം. ട്രേ മാറ്റിയതിന് ശേഷം ഏകദേശം ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അതിന് ശേഷം നമുക്കിതിനെ ഡീമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡീമോൾഡ് ചെയ്യാം. സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റും. നമ്മുടെ ഒരു ട്രേയിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലോട്ടോ ചെയ്തിട്ട് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. കാരണം ഹാർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്യാൻ പറ്റില്ല, അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു പീസ് എടുത്ത് നമുക്കിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. വായിലിട്ടാലങ്ങ് അലിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ സോഫ്റ്റ് മൈസൂർ പാക്ക്. ആർക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.